താങ്കളെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കാനുള്ള ആര് മാപ്പ്? സുരേഷ് കുമാർ മാപ്പ് പറയണം. സുരേഷ് കുമാർ മാപ്പ് പറഞ്ഞ് ഇവിടെ ഒരു സംഭവം നടക്കുന്നു വിചാരിക്കണ്ട. അതിന് മാപ്പ് പറയാൻ എന്നെ കിട്ടൂല. അതിന് സുരേഷ് കുമാർ ഒന്നും കൂടെ ജനിക്കണം മാപ്പ് പറയണമെങ്കിൽ. ഞാൻ മാപ്പ് പറയാൻ എന്ത് തെറ്റാ ഞാൻ ചെയ്തത്? അതെ അതെ, മാപ്പ് പറയാൻ ഞാൻ മാപ്പ് പറയാൻ ഞാനിപ്പോൾ ആന്റണി പെരുമ്പാവൂരിന്റെ ഈ കാര്യത്തിൽ ഞാൻ പറഞ്ഞത് തെറ്റാണെന്ന് ഞാൻ സമ്മതിച്ചു. അത് ഞാൻ അപ്പം തന്നെ പറഞ്ഞു. അപ്പം ഇവിടുന്ന് എന്നെ ഒരു ചാനലിൽ നിന്ന് വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ അപ്പം അവർ പറഞ്ഞു ഞാനത് പിൻവലിച്ചു. ഞാനില്ല, അവർക്ക് വിഷമം വരുന്ന രീതിയിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ തെറ്റാണ്, അത് ഞാൻ സമ്മതിച്ചല്ലോ. ഇല്ല, മാറ്റി. പിന്നെ എന്താണ് എൻ്റെ പുറത്ത് കയറുന്നത്? ആരുടെ മാപ്പ് പറയേണ്ട കാര്യമൊന്നുമില്ല. ഒരു മേശയ്ക്ക് ചുറ്റിലിരുന്ന് തീർക്കേണ്ട മാപ്പ് പറയണമെങ്കിൽ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്യണം. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ സത്യസന്ധമായ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. സത്യസന്ധമായിട്ടുള്ള കാര്യം പറയുമ്പോൾ ഇവർക്ക് പിടിക്കില്ല. അല്ല പിന്നെ ഇവരുടെ ഒന്നും പോയി താങ്ങി തൊഴുത് നിൽക്കാനൊന്നും എന്നെ കിട്ടത്തൂല, അത് ചെയ്യത്തൂല്ല. ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. അതിന് താങ്കൾ തയ്യാറാണ്? അല്ല, മേശയ്ക്ക് ചുറ്റും തീർക്കാൻ അവരും കൂടെ ആലോചിക്കണം. അവരല്ലേ ഇത് വഷളാക്കിയത്? ഞാനാണോ? ഞാൻ എന്തെങ്കിലും പോസ്റ്റ് ഇട്ടോ? ഒരു കാര്യം ഇങ്ങനെ വരുമ്പോഴത്തേക്ക്, ഇങ്ങനെ ഒരു കാര്യം വന്നു കഴിഞ്ഞപ്പം നമ്മളൊരു അനൗൺസ്മെന്റ് നടത്തിയപ്പോഴത്തേക്ക് അവരെല്ലാവരും കൂടെ പറയാമല്ലോ എന്താണ് നിങ്ങൾക്ക് വേണ്ടത്, നമുക്ക് വാ എല്ലാവരും കൂടെ സംസാരിക്കാമെന്ന് അവരല്ലേ പറയണ്ടേ. അതിന് പകരം അവർ പോസ്റ്റ് ഇട്ട് നമ്മളെ തോപ്പിക്കാൻ നോക്കും. ആന്റണി സംസാരിച്ചിരുന്നില്ല പോസ്റ്റ് ഇടുന്നതിന് മുമ്പ്? ഇല്ലല്ല, അതിന് മുമ്പ് ഇത് പിൻവലിച്ചിട്ട് ആന്റണിയെ വിളിച്ച് പറഞ്ഞു ഞാനത് അവിടുന്ന് അവർ ഡിലേറ്റ് ചെയ്തിട്ടുണ്ട്, ഓൺലൈനിൽ പോസ്റ്റ് ഡിലേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ അയാളെ വിളിച്ച് പറഞ്ഞു. ഓക്കെ, നമ്മൾ ഫോൺ വെച്ചു. പിന്നെ ഇനി എന്തിനാണ് ഞാൻ വിളിക്കുന്നത്? പിന്നെ അത് എടുത്തുകൊണ്ട് വരുന്നത് എന്തിനാ? എനിക്ക് അത് ഇങ്ങനെ അത് തന്നെ ഛർദ്ദിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്കെതിരെ പോസ്റ്റ് ഇടുമ്പോൾ അയാൾക്ക് അറിഞ്ഞൂടെ? ഞാൻ അസോസിയേഷൻ്റെ മീറ്റിംഗ് ഉണ്ട്, അസോസിയേഷൻ്റെ മീറ്റിങ്ങിലാണ് അത് എല്ലാ TV ചാനലുകളും കാണിച്ചതാണ്. അത് പിന്നെ അത് പറയുന്നത് എന്തിന്? എന്നിട്ട് എല്ലാവരും നാട്ടുകാർ കുറേ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളൊക്കെ ഷെയർ ചെയ്യുക, കുറേ താരങ്ങളെ കൊണ്ട് ഷെയർ ചെയ്യിപ്പിക്കുക. എന്ന് പറഞ്ഞാൽ ഞാൻ തോറ്റു പോകുന്നു. കുടുംബത്തെ പോലും അധിക്ഷേപിക്കുക. അത് ചിലരൊക്കെ അതിൻ്റെ അത് പറഞ്ഞു. അതൊക്കെ ഇതിൻ്റെ കൂട്ടത്തിലുള്ള അവരൊക്കെ ആരാണെന്ന് പോലും നമുക്ക് ഇതില്ല. അവരൊക്കെ എന്തായാലും പറയണേ പറഞ്ഞുകൊണ്ട് പോകും. അവർ എന്തോ ഞാൻ നാഥനില്ല കളരി എന്ന് പറഞ്ഞു. ഏതോ ഒരാൾ അയാൾ കാണിച്ചു തരട്ടെ ഞാൻ എവിടെ പറഞ്ഞതെന്നുള്ളത്. ചുമ്മാ പറയരുത് നാഥനില്ല കളരി എന്ന് പറഞ്ഞെന്നുള്ളത്. ഏത് ഇവിടെ ഇരുന്നാണ് ഞാൻ പറഞ്ഞതെന്ന് അതിൻ്റെ ക്ലിപ്പിംഗ് എനിക്ക് കാണിച്ചു തരാം. ഞാൻ അവനല്ലെങ്കിൽ നോട്ടീസ് അയക്കും. ഞാൻ ചുമ്മാ എന്നെ അധിക്ഷേപിച്ചാൽ.